ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബിജേഷ്. നാച്ചേഴ്സ് കിച്ചൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ നാച്ചുറൽ പീസിൻ്റെ നമ്മുടെ വീടിനടുത്ത് തന്നെയുള്ള നമ്മുടെ ഓർഗാനിക് ഫാമാണ്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോണ നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബട്ടർ നട്ടാണ്. ബട്ടർ നട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെ പരിചയം ഉണ്ടാവണമെന്നില്ല. ഇതാണ് ബട്ടർ നട്ട്. ഇവൻ ഒറിജിൻ USA ആണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് ആദ്യമായിട്ട് കാണുന്നത് ഞാൻ UAE വർക്ക് ചെയ്യുന്ന സമയത്ത്, ഏകദേശം ഒരു 15-16 കൊല്ലം മുന്നേ അവിടെ ഉള്ള ഒരു ഹൈപ്പർ മാർക്കറ്റിൽ പോയപ്പോഴാണ് ഈ സംഭവം കണ്ടത്. എനിക്കപ്പോൾ സംഭവം ഒന്നും മനസ്സിലായില്ല. ഞാൻ ഇപ്പോൾ യൂറോപ്യൻസൊക്കെ ഉപയോഗിക്കണ ഏതെങ്കിലും ഒരു പച്ചക്കറി ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഇപ്പം നമ്മൾ കേരളത്തിലുണ്ട്. കേരളത്തിലുള്ള ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ മാളയിൽ തന്നെയുള്ള ഒരുപാട് കൃഷിക്കാർ ഇത് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ താരം ഇവനാണ് ബട്ടർ നട്ട് സ്ക്വാഷ്. ഇത് നമ്മൾ സാധാരണ രീതിയിൽ ഈ സൂപ്പ് വയ്ക്കും, അതേമാതിരി തന്നെ പുഴുങ്ങി കഴിക്കാം, പച്ചയ്ക്കും കഴിക്കാം, അതിൽ വറുത്തുപയോഗിക്കും. നമുക്ക് സാധാരണ നമ്മുടെ മത്തങ്ങയില്ലേ, മത്തങ്ങ നമ്മൾ യൂസ് ചെയ്യണ അതേ ഇതിൽ തന്നെ നമുക്ക് എരിശ്ശേരിയോ മത്തങ്ങ എങ്ങനെയൊക്കെയാണ് വെക്കണം അതേമാതിരി തന്നെ വെക്കാം. പക്ഷേ മത്തങ്ങ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മത്തങ്ങയെക്കാളും കുറച്ചും കൂടി ടേസ്റ്റ്ഫുള്ളാണ്, കുറച്ചും കൂടി മധുരം കൂടുതലുണ്ട്, കുറച്ചും കൂടി നല്ല ടേസ്റ്റാണ്. പിന്നെ വൈറ്റമിനൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം മത്തങ്ങയുടെ തന്നെ ഡബിൾ വരും. വൈറ്റമിൻസ് ആയാലും അതിൻ്റെ ഫൈബർ കണ്ടൻ്റ് ആയാലും ഒക്കെ മത്തങ്ങേനെ കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാളും ഒരുപാട് ധാരാളം സമ്പുഷ്ടമായിട്ടുള്ളതാണ് ഈ ഫൈബർ കണ്ടൻറ്റും വൈറ്റമിൻസൊക്കെ. ഇതിൻ്റെ കൃഷി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ നമ്മൾ ചെയ്യണ കൃഷി രീതി തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യണതും. ഇത് നമുക്ക് മത്തങ്ങയുടെ മാതിരി നമ്മൾ താഴ്ത്തു വിടാം, അതേമാതിരി തന്നെ നമുക്ക് പന്തലിലും പടർത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല പ്രൊഡക്ഷൻ കൂടുതലുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞാനിതുവരെ പന്തലിൽ തന്നെ കൊടുത്തിട്ടില്ല. ഇത് ഏകദേശം ഒരു 35-40 ദിവസത്തിന്